ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദാണ്ട് ഇവേറിയ എന്ന് പറയുന്ന ഒരു ക്രീമിനെ കുറിച്ച് ക്രീമല്ല ഷാമ്പൂവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഇവേറിയ എന്ന് പറയുന്ന മെഡിസിന് പെയിൻ കൊല്ലാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടാവുന്നത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ മോൾക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് തലയിൽ കുറച്ച് വേനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പേന് സ്ഥിരമായിട്ട് ചീക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പേനയെല്ലാം കൊന്നു തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡെയിലി തലയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ പെയിൻ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേനെല്ലാം തന്നെ ചത്തുപോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഈ ഇവേറിയ എന്ന് പറയുന്ന മെഡിസിൻ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇവേറിയ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ വെള്ളം ഉണ്ടെന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതിനകത്തിലോട്ട് ഞാൻ ഈ ഒരു ഷാമ്പൂ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് മൊത്തമായിട്ടൊന്നും ഒരു തലയിലോട്ടൊന്നും അപ്ലൈ ചെയ്യത്തില്ല. ഞാനിത് ഏകദേശം ഒരു 3 പേർക്ക് എടുക്കും. ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളത്തിനകത്തിലോട്ട് ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണ് ഒന്ന് അടച്ചു വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിസിൻ അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണിലൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഞാനിതിനകത്തിൽ ഈ വെള്ളം ചേർത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് പതപ്പിച്ചെടുക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കും. നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പോസിബിൾ അല്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൽ കുഞ്ഞാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവളുടെ രീതി നോക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ തിരിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലോങ് ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചീകിയെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ വല്ലതും നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് നമ്മൾ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയില്ല മെഡിസിൻസ് യൂസ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വരുമ്പോൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ലൊരു പെയിൻ ചീപ്പ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഡെയിലി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ അധികം പെരുകില്ല. നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ പല മെഡിസിൻസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു മെഡിസിനാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ ഹെയറിന് നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവള് ചില സമയത്ത് ചീകാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലും പേന് നല്ലതായിട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു മെഡിസിൻ ഞാൻ 2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. 2 തവണ യൂസ് ചെയ്തപ്പോൾ നല്ല എഫക്റ്റാണ്. ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്ത് കഴിയുമ്പം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഇതേ പ്രൊസീജിയറിൽ ആവർത്തിക്കുക. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു പെയിനിനെ കൊന്നു തീർക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പം ആ ഒരു ജീവനുള്ള പെയിനുകളെല്ലാം ചത്തുപോകും. അത് കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ ആ ഒരു ഈരുകളുണ്ടല്ലോ, അതായത് ഇതിൻ്റെ മുട്ട തലയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വീണ്ടും ചത്തുപോകാൻ വേണ്ടിയിട്ട് പെയിൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിയുമ്പം അതിനെ ഒന്നുകൂടെ കൊല്ലാനായിട്ടാണ് നമ്മൾ 5 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവേറിയയെക്കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്, അലർജി റിയാക്ഷൻ വല്ലതും ഉണ്ടായോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഓരോ കമൻസും ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ തലയിൽ പെയിൻ പെരുകിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഓരോ കമൻസുകളും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മോശമായ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം ഈ കമൻസ് വായിച്ച് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ പെയിൻ കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറമായിട്ട് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക. ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിന് പകരം നിങ്ങൾ അത് പേടിച്ചിട്ട് മുടി വെട്ടി കളയേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയിൽ പെയിൻ പെരുകി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ ചൊറിയും. ഇങ്ങനെ ചൊറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം നിറച്ച്
ടാങ്കിൾസ് ആയിട്ട്, അതായത് നിറയെ ജട പിടിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ മുടിയെല്ലാം കൂടെ കട്ടയായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലത്തെ കോമ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ കണ്ണി അകലമുള്ള കോമ്പ് വാങ്ങിച്ചിട്ട് പയ്യെ പയ്യെ താഴേന്ന് ചെയ്യുക. അതായത് മുടി മുകളിൽ നിന്ന് ചീകരുത്, ഇതുപോലെ താഴേന്ന് ഇങ്ങനെ ചീകി പയ്യെ പയ്യെ ചീകി എടുക്കുക. ആ ഒരു രീതിയിൽ പയ്യെ, അതായത് നമുക്ക് പെട്ടെന്നൊന്നും പറ്റില്ല, കുറച്ച് സമയം എടുത്ത് ചെയ്യണം. അപ്പം അധികം വേദനിക്കാതെ തന്നെ ആ ഒരു ജടയെല്ലാം കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം മാത്രമല്ല കുറച്ച് ഓയിലൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജടയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.